ഓക്കെ ഗൈസ്, ഇത് ഒരു ബെയറിഷ് ആയിട്ടുള്ള സിനാരിയോ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ലോജിക്കിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നത്തില്ല. കാരണം ബ്രേക്കോ സെച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതൊരു സപ്ലൈ സോൺ ആണ് ഒരു മിനിറ്റിൽ. ഓക്കെ, പ്രൈസ് ഇപ്പോഴും ആ ഏരിയ ടാപ്പ് ചെയ്തിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ ഇതുവരെ ആ ഏരിയ തൊട്ടിട്ടില്ല. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇംബാലൻസ് ഇപ്പോഴും ബാക്കിയുണ്ട്. ഓക്കെ, ഇത് കഴിയുമ്പോൾ പ്രൈസ് എന്തൊക്കെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ പ്രൈസ് ഇപ്പൊ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ഒരു പറ്റ അവിടെ ഹൈസും ലോസും ഉണ്ടാക്കുകയാണ്. ബ്രേക്ക് ഒന്നും ചെയ്യുന്നില്ല അല്ലേ. നമ്മളിവിടെ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യണം. ഇവിടെ കണ്ട നമ്മൾ ഈക്വൽ ലോ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ റിലേറ്റീവ് ആയിട്ടുള്ള ഈക്വൽ ലോ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രെൻഡ് ലൈൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കിയാൽ നമ്മളിവിടെ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്ത് വെക്കുകയാണ്. എവിടെയാണ് നമ്മൾ ബിൽഡ് ചെയ്ത് വെക്കുന്നത്? എക്സാക്ട്ലി നമ്മളെ സോണിന് തൊട്ട് താഴെ അല്ലെ, സപ്ലൈ സോണിന് തൊട്ട് താഴെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ലിക്വിഡിറ്റികളൊക്കെ ബിൽഡ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഇവിടെ ആരാണ് ട്രാപ്പ് ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോമോ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മാർക്കറ്റ് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. സോ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് ടൈം ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഈക്വൽ ഹൈ ആയിട്ട് മാറിയിട്ടുണ്ട്. എവിടെയാണ് ഈക്വൽ ഹൈ ഉള്ളത്? തൊട്ട് താഴെ അല്ലേ, നമ്മളെ സോണിന്റെ തൊട്ട് താഴെയാണ് ഈക്വൽ ഹൈ ഉള്ളത്. ഓബിയസ്ലി റീറ്റെയിൽ കാണുന്നത് എന്തായിരിക്കും? സെൽ ഓപ്ഷൻ അല്ലേ. ഇതിപ്പോ നമുക്ക് റേഞ്ച് ആയിട്ട് വിളിക്കാൻ കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഒരു പെർഫെക്റ്റ് റേഞ്ച് എന്ന് വിളിക്കാൻ പറ്റും. നമ്മൾ ഹൈസും ലോസും ബ്രേക്ക് ചെയ്യുന്നില്ല. പക്ഷെ ആ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എവിടെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എവിടെയാണ്? കൃത്യം നമ്മളെ സോണിന് താഴെ. ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിക്കാം പ്രൈസ് എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യം. ഓക്കെ ഓക്കെ, നിങ്ങളൊരു നോർമൽ മൈൻഡ് സെറ്റിൽ, അതായത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കാം. ഓക്കെ, ആള് കാണുകയാണ്. ഓക്കെ, ഇത്രയും നേരം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ബെയറിഷ് ആണ്, മാർക്കറ്റ് ഈ സെല്ല് നടക്കുകയാണ്. ഓബിയസ്ലി ഇത് കണ്ട് കഴിയുമ്പോൾ എന്ത് തോന്നും? ആൾക്കാർക്ക് വരുന്ന ഇമോഷൻ, അയ്യോ എന്റെ ട്രേഡ് മിസ്സാവും, ഇത്രയും നേരം മാർക്കറ്റ് ഇടിയായിരുന്നു, വീണ്ടും ഇടിയാൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഈ ട്രേഡ് മിസ്സാവും, ഇതങ്ങ് താഴെ പോകാൻ ഉള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങും ആൾക്കാർ? ഈ ഇമോഷൻ കാരണം ആൾക്കാർ എന്ത് ചെയ്യും? ഈ മാർക്കറ്റ് എൻട്രി എടുത്ത് തുടങ്ങും. ഓക്കെ, നമ്മൾ എൻട്രി എടുക്കോ? ഇല്ല. കാരണം നമ്മളെ POI, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പ്രൈസ് വന്നിട്ടില്ല, നമുക്ക് എൻട്രി ഇല്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഈ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്? ലിക്വിഡിറ്റി ആണ്. ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ ലിക്വിഡിറ്റി എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? സ്വീപ്പ് ആവാൻ അല്ലേ, അത് ക്ലിയർ ചെയ്യും. കാരണം അതെന്താണ്? പെട്രോൾ പോലെയാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി, ഇത്രയും നല്ല ഓർഡേഴ്സ് ഇവിടെ ഫില്ല് ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഓർഡർ ഇട്ട് കണ്ടേ? ഒരു നല്ല കാശുള്ള ഒരു ഹെഡ്ജ് ഫണ്ടോ അല്ലെങ്കിൽ വെഞ്ചർ ഫണ്ടൊക്കെ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെ. നല്ല ബിഗ് മണി വന്നിട്ടുണ്ട്, പക്ഷെ ഡം ആയിട്ടുള്ള മണിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് സംഭവിക്കാൻ? ചിലപ്പം നമ്മൾ ഈ സോൺ ഇപ്പോഴും ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാൻ? പ്രൈസ് തിരിച്ച് കയറി വന്നിട്ട് ഇവരെ ക്ലിയർ ചെയ്തിട്ട് എന്ത് പോകാൻ സാധ്യതയുണ്ട്? പ്രൈസ് വീണ്ടും താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലിക്വിഡിറ്റി നമ്മൾ കാണുന്നത്. നമ്മളിങ്ങനെ ലിക്വിഡിറ്റി ബിൽഡപ്പ് കാണുമ്പോൾ നമുക്കറിയാം, ഓൾറെഡി നമ്മളിത് കണ്ട് നിങ്ങൾക്ക് ഇത് ശീലമാവും. നിങ്ങൾക്കറിയാം, ഓക്കെ ഇങ്ങനെ ലിക്വിഡിറ്റി ബിൽഡപ്പ് ഉണ്ടെങ്കിൽ എന്തായിരുന്നാലും നമുക്ക് ആ സോണിന്റെ ടാപ്പ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള കാര്യം. സോ നിങ്ങൾക്ക് കാണാം, പ്രൈസ് ഇറങ്ങി. ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? റീറ്റെയിൽ പെർസ്പെക്റ്റീവ് എന്ത് ചെയ്യുന്ന ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെ. നമ്മളിനി ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് എന്താവുക? ബെയറിഷ് ആവുക. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്താൽ പോലും നമ്മൾ ഈ സോൺ വാലിഡ് ആണ്. നമ്മൾ ആദ്യം കാണിച്ച എക്സാമ്പിൾ പോലെയാണ്, ബെയറിഷ് ആണെന്നേ ഉള്ളൂ. സോ നമുക്ക് ഈ ബ്രേക്ക് സ്ട്രക്ചർ കാണും. ഓക്കെ, സോൺ ഉണ്ട്. വീണ്ടും നമുക്ക് ഇവിടെ ഒരു ഈക്വലോ അല്ലെങ്കിൽ ഇപ്പൊ റേഞ്ച് പോലെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിയാൽ പോലും ഇവിടുത്തെ സോൺ നമുക്ക് നമ്പാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ട്? അത് പാർട്ട് ഓഫ് ലിക്വിഡിറ്റി ആയിരിക്കും. നമ്മൾ ഇവിടെ എൻട്രി എടുക്കാൻ മിക്കവാറും നമ്മളെ സ്റ്റോപ്പ് ലോസും കൂടെ ആയിരിക്കും അടിക്കുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ലിക്വിഡിറ്റി സ്പോട്ട് ചെയ്യാൻ പഠിക്കുന്നത്. നിങ്ങൾ നോക്കാം നമുക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. എക്സ്ട്രീം എന്താണ് സംഭവിച്ചത്? എക്സ്ട്രീം ആയിട്ട് പ്രൈസ് എന്ത് ചെയ്തു? മുകളിലോട്ട് പുഷ് ചെയ്തു. ആരെ ക്ലിയർ ചെയ്തു? ആ ഇമ്മീഡിയറ്റ് ആയിട്ട് സെല്ല് ചെയ്ത ഫോമോ ഒന്ന് സെല്ല് ചെയ്ത ആൾക്കാരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് കഴിഞ്ഞു അല്ലെ. അവരെല്ലാവരും നമ്മൾ ക്ലിയർ ചെയ്തു. തിരിച്ചെവിടെ എത്തി? നമ്മൾ ആ സപ്ലൈയിലെത്തി. ഇനി നമുക്ക് നോക്കാം പ്രൈസ് ആ സപ്ലൈ നിന്ന് എന്ത് ചെയ്യുന്നു. ഓക്കെ, കറക്റ്റ് സപ്ലൈ വന്നു, സെൽ ഓർഡേഴ്സ് ഫില്ല് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഇങ്ങോട്ട് പോയി നേരെ താഴെ പോയി അല്ലെ, വിത്തൗട്ട് എനി എന്താ പറയാ, ഒരു ഇതുപോലും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്തു? കറക്റ്റ് വന്നു. ടാപ്പ് ചെയ്യേണ്ട നമ്മൾ കറക്റ്റ് ഓപ്പണിലാണ് ടാപ്പ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്തു? സെൽ ഓർഡേഴ്സ് ഫില്ല് ചെയ്തു, കറക്റ്റ് ആയിട്ട് പ്രൈസ് ഡെലിവർ ചെയ്തു. ഓക്കെ, സോ ലിക്വിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചാർട്ടിൽ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചാർട്ടിൽ മാർക്ക് ചെയ്ത് പോവേണ്ട ഒരു ലിക്വിഡിറ്റി. സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണെങ്കിൽ, ഓക്കെ സോ ഇതിപ്പോൾ എൻ്റെ ചാർട്ട് മാർക്കപ്പ് ആണ്. സോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ കുറച്ച് മാർക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല. എനിവേസ് ബട്ട് ലെറ്റ് ബി ദർ. ഓക്കെ, ചാർട്ടിൽ എന്ത് ചെയ്യുക? ലിക്വിഡിറ്റി നിങ്ങൾക്ക് കാണുന്നെങ്കിൽ മാർക്കപ്പ് ചെയ്ത് വെക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് അറിയാം ഇപ്പം ലിക്വിഡിറ്റി ഉള്ള സോൺ ഏതാണ്, ലിക്വിഡിറ്റി ഇല്ലാത്ത സോൺ ഏതാണ്, സ്വീപ്പ് ആവാൻ സാധ്യതയുള്ള സോൺ എന്താണ്. സോ നിങ്ങൾക്ക് ലിക്വിഡിറ്റി കാണുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ മാർക്കപ്പിന്റെ കൂടെ ലിക്വിഡിറ്റിയും കൂടെ മാർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ പറയാം, ഓക്കെ ഇത് ഈക്വൽ ഹൈ ആണ്. എന്തുകൊണ്ട് ഇത് വരച്ച് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ
ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും കാണാം. അഥവാ ലെറ്റ്സ് സേ നമുക്കിപ്പം ഈ ഒരു ഏരിയയിലാണ് പ്രൈസ് പറഞ്ഞതെന്ന് വെക്കും. സോ എനിക്ക് ഓൾറെഡി അറിയാം, സപ്പോസ് പ്രൈസ് ഇവിടെ വന്നാൽ ഞാൻ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ത്, ഇത് ക്ലിയർ ആക്കാൻ. അപ്പോൾ എനിക്കറിയാം ചിലപ്പോൾ ഒരു വിക്ക് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ആ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ വരുന്നത് എന്നുള്ള എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ എനിക്ക് ഓൾറെഡി വെക്കാൻ കഴിയും. അപ്പോൾ എനിക്കിവിടെ എന്ത് ചെയ്യേണ്ട, ആദ്യമേ ചാടി കയറി എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ അങ്ങനെ ആയിരിക്കും അത് കമ്പൈൻ ചെയ്ത് പോവാം. ഒബിയസ്ലി ഇതിനെയൊക്കെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വെബിനാറിലും കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പണ്ടുണ്ടായിരുന്നത് റിലേറ്റീവ് ഈക്വൽ ഹൈ ആയിരുന്നു, പക്ഷെ നമ്മൾ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലിയർ ചെയ്തു അല്ലേ. ആ ലിക്വിഡിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ എടുത്ത് കളഞ്ഞതാണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ലിക്വിഡിറ്റി നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഡസൻ മാറ്റർ വാട്ട് ടൈം ഫ്രെയിം, ഡെയിലിയിലാണെങ്കിൽ ഡെയിലിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ കഴിയുമെങ്കിൽ ഡെയിലിയിൽ മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഡെയിലിയിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അല്ലേ. ഈക്വലോസ് ഇവിടേക്ക് എന്താ ഒരുപാട് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഉണ്ട്, അല്ലാത്ത ലിക്വിഡിറ്റി ഉണ്ട്. ആ ലിക്വിഡിറ്റി ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡെയിലിയിൽ നിങ്ങൾ മാർക്കപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് ആണത്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ഒക്കെ എവിടെയാണ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് സോണിന് തൊട്ട് മുകളിലാണ് അല്ലേ. അപ്പൊ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, അഥവാ ലെറ്റ്സ് സേ ഇൻ ഫ്യൂച്ചർ ഓക്കെ പ്രൈസ് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്കറിയാം പ്രൈസ് എന്ത് ചെയ്യാനാണ് സാധ്യത കൂടുതൽ, ഈ ലിക്വിഡിറ്റി ഒക്കെ ക്ലിയർ ചെയ്യും. കാരണം ഇവിടെയൊക്കെ മേടിച്ച് കൂട്ടിയവർ ഒരുപാടുണ്ടല്ലേ, ഈ ലിക്വിഡിറ്റി പോയിന്റുകളൊക്കെ മേടിച്ചവരാണ്. അപ്പോൾ പ്രൈസ് എന്ത് ചെയ്യാം, താഴെ വരാം. ഇവിടെ വരുമ്പോൾ എന്ത് പറ്റും, ഇവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് ക്ലിയർ ചെയ്ത് കാണും. അപ്പോൾ എന്ത് പറ്റും, ബൈ ചെയ്യുന്നവർക്ക് ഇത്തിരി കൂടെ പവറിൽ ബൈ ഓർഡേഴ്സ് ഫിൽ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് അങ്ങ് ആകാശം മുട്ടേ പോകുന്നല്ല, പക്ഷെ നമുക്ക് ആ റിയാക്ഷൻ കിട്ടും. ഓക്കെ, സോ നിങ്ങൾ ലിക്വിഡിറ്റി മാർക്കപ്പ് ചെയ്യാൻ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാർട്ടിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, സോ എനിവേസ് ഇപ്പോൾ ഈ സോൺ നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സോൺ വെച്ചിട്ടുള്ള. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സോൺ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ നിങ്ങൾക്കിപ്പോൾ ഒരു ചാർട്ടിൽ ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് വിചാരിച്ചോ. ഓക്കെ, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ലോ ഒക്കെ കിട്ടിയിട്ട് നമ്മൾ എന്താ പറയുക, ഇങ്ങനെയാണ് ചാർട്ടിൽ നിൽക്കുന്നതെന്നുള്ളൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. സപ്പോസ് ലെറ്റ്സ് സേ നമുക്കിവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ടെന്ന് നമുക്ക് കരുതാം. ഓക്കെ, ഇവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ട്. ഓക്കെ, പ്രൈസ് ഇവിടെ വന്നു, മിറ്റിഗേറ്റ് ചെയ്തു. ഓക്കെ, മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് താഴോട്ട് ഇറങ്ങുകയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഓൾറെഡി റിലേറ്റീവ് ഈക്വൽ ലോ ആയി കഴിഞ്ഞു, ഈക്വൽ ഹൈ ആയി കഴിഞ്ഞു അല്ലേ. സോ ഓൾറെഡി നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്ത് വെക്കാം. ഒരു സോണിന്റെ മിറ്റിഗേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. ഓക്കെ, ചിലപ്പോൾ സോണിന്റെ മിറ്റിഗേഷൻ്റെ കൂടെ തന്നെ കിട്ടും. അപ്പോൾ അത് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, എളുപ്പം ലിക്വിഡിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ. സപ്പോസ് ഇത് ബ്രേക്ക് ചെയ്തു, വീണ്ടും അടുത്ത സോൺ വന്നെന്ന് വിചാരിച്ചു. അടുത്ത സോൺ ഏകദേശം ഇവിടെയാണ് വന്നെന്ന് വിചാരിച്ചു. വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, പ്രൈസ് എന്ത് ചെയ്യാണ്, വരുന്നു, നമ്മൾ മിറ്റിഗേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും എന്ത് കിട്ടും, നിങ്ങൾക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. വീണ്ടും ഇതെല്ലാം ലിക്വിഡ്, കാരണം ഇവിടെ എല്ലാം പ്രൈസ് വന്ന് അത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവുകയാണ് അല്ലെ, മിറ്റിഗേഷൻ ചെയ്തിട്ട് പോവാണ്. നമുക്കറിയാം ഇനി അടുത്ത സോൺ ലെറ്റ്സ് സേ ഇനിയുള്ളൊരു സോൺ വരികയാണെങ്കിൽ, ഇപ്പം അടുത്ത ഇവിടെ വേറൊരു സോൺ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഓൾറെഡി അത്രയും ലിക്വിഡിറ്റി ബിൽഡപ്പ് ഉണ്ട്. സോ ഇവിടെ ഇനി ട്രേഡ് എടുക്കുന്നത് സത്യം പറയാൻ നമ്മൾ ആ രണ്ടാമത്തെ ട്രേഡ് എടുക്കുമ്പോഴേ റിസ്ക് ആണ് അല്ലേ. എന്ത് പറ്റും, കാരണം നമുക്ക് ഓൾറെഡി ആദ്യത്തെ സോൺ മിറ്റിഗേറ്റഡ് ആയ ഈക്വൽ ഹൈ വന്നപ്പോഴേ നമ്മൾ റിസ്കിലാണ്. കാരണം ഇനി വരുന്ന സോൺ ആ ഒരു ഏരിയയിൽ തന്നെയാണെങ്കിൽ എന്ത് നമ്മൾ ഓൾറെഡി പ്രതീക്ഷിക്കാം, നമുക്ക് പ്രൈസ് ചിലപ്പോൾ മുകളിൽ കയറി കഴിഞ്ഞ് അതിന്റെ മുകളിലും പോവാം. ഈ രണ്ട് ആ ഹൈയുടെ മുകളിൽ പോയി ലിക്വിഡിറ്റിയും ക്ലിയർ ചെയ്തിട്ടായിരിക്കും എന്താ വരാൻ പോകുന്ന, താഴോട്ട് വരാൻ പോകുന്നത്. ബോഡി ബ്രേക്ക് അല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ പ്രൈസ് ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചിലപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ക്യാൻഡിലായിരിക്കും കിട്ടുക. ഓക്കെ, ബോഡി ബ്രേക്ക് ഒന്നും വേണ്ട, ഇങ്ങനെ ഒരു വിക്കോട് കൂടിയ ക്യാൻഡിൽ, ഒരു വിക്ക് മതിയാവും നമുക്കല്ലേ ക്ലിയർ ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചാണ്, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ലിക്വിഡിറ്റി ഒക്കെ എന്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്, ആ ക്യാൻഡിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യണം, കാരണം നമ്മൾ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ ആയിരിക്കും നമ്മൾ കമ്പൈൻ ചെയ്ത് വരാം. അപ്പോൾ ഒരു സോണിന്റെ മിറ്റിഗേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് മാർക്ക് ചെയ്ത് പോകുക. സപ്പോസ് ഇത് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഓക്കെ ഇത് നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, മിക്കവാറും സ്മാർട്ട് മണി അത് വന്ന് ലിക്വിഡേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും എന്നുള്ള എക്സ്പെക്ടേഷൻ ഓൾറെഡി വെച്ചിരിക്കണം. ഒന്നും ബ്ലൈൻഡിലി നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. സോ പ്രൈസ് തിരിച്ച് കയറി വരുമ്പോൾ ബാക്ക് ഓഫ് സമയം നമുക്ക് ഓൾറെഡി അറിയാം ഇവിടെ ലിക്വിഡിറ്റി ബിൽഡപ്പ് ഉണ്ട്. ചിലപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് ആ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിട്ടായിരിക്കാം പ്രൈസ് വരുന്നതെന്നുള്ള നിഗമനം നിങ്ങൾ ഓൾറെഡി വെച്ചിരിക്കണം. ഓക്കെ, സോ ലിക്വിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. നമ്മളിത് വേറെ പല കാര്യത്തിലും ഇംപ്ലിമെന്റ് ചെയ്യും, നമ്മൾ എൻട്രീസിന്റെ കാര്യത്തിലാണെങ്കിലും. പക്ഷെ അതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പതിയെ പഠിച്ച് പോകാം. ഓക്കെ, സോ ഗൈസ് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോസിൽ നിന്ന് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലിക്വിഡിറ്റി പറ്റി പഠിക്കുന്നത്. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് മാഗ്നറ്റ് പോലെയാണ്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അതിൻ്റെ
കാര്യം ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോസ് ഇരുന്ന് കാണുക. ഓക്കെ, സോ സീ യു ഓൺ ദ നെക്സ്റ്റ് ലെസൺ ഗൈസ്.